പല മാതാപിതാക്കളും നമ്മളോട് പരാതിപ്പെടുന്ന ഒരു കാര്യമാണ്, എൻ്റെ കുട്ടിക്ക് ടാലൻ്റ് ഇല്ലെന്നേ, അവന് പഠിക്കാൻ ഒട്ടും ടാലൻ്റ് ഇല്ലെന്നേ എന്നുള്ളത്. പഠനം പലപ്പോഴും ടാലൻ്റ് അല്ല കേട്ടോ, അത് സ്കില്ലാണ്. ടാലൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജന്മസിദ്ധമായി നമുക്കുള്ളിലുള്ള നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കഴിവിനെയാണ് ടാലൻ്റ് എന്ന് പറയുന്നത്. മ്യൂസിക് ഒരു ടാലൻ്റാണ്, പക്ഷേ പഠനം എല്ലായ്പ്പോഴും ഒരു സ്കില്ലാണ്. ചിട്ടയായ പരിശീലനത്തിലൂടെ നേടിയെടുക്കേണ്ട ഒരു കഴിവാണ്. അതായത് ഇൻഫർമേഷൻ അത് നമ്മൾ പഠിച്ചെടുക്കുമ്പം നോളജായി മാറുന്നു, നോളജ് എക്സ്പീരിയൻസിലൂടെ പിന്നീട് വിസ്ഡമായി കണക്റ്റ് ആവുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ ഡീപ്പായ ഒരു അസോസിയേഷൻ മനസ്സും ശരീരവും തമ്മിൽ ആവശ്യമാണ്. ഈ ബ്രെയിനിൻ്റെ പർട്ടിക്കുലറായ സവിശേഷതകളെ ഒരുമിപ്പിച്ചുകൊണ്ട് മനസ്സും ശരീരവും തമ്മിലുള്ള ഒരു ജൈത്രയാത്രയിലാണ് ശരിക്കും പഠനം ആസ്വാദ്യകരമാക്കുന്നത്. ഈ പ്രകൃതി, ഇപ്പോഴത്തെ ടെക്നോളജി, നമ്മളുടെ ശരീരവും മനസ്സും, മോഡേൺ ആയിട്ടുള്ള ഒരു വേൾഡ്, നമ്മളുടെ ഒരു കൾച്ചറും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് നോക്കേണ്ടത് ഇത് തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ എന്നാണ്. പ്രകൃതിയുമായും പുതിയ ടെക്നോളജിയുമായും പൊരുത്തപ്പെടാൻ കഴിയാതിരിക്കുക, എക്കോസിസ്റ്റവുമായും ടെക്സ്റ്റ് ബുക്കുകളുമായി കണക്റ്റ് ആകാതിരിക്കുക, ഇങ്ങനെ എല്ലായിടത്തും ഒരു ഡിസോസിയേഷൻ അല്ലെ ഡിസ്കണക്ഷൻ്റെ എഡ്ജിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്ക് ചെയ്യേണ്ടത് നമ്മുടെ മനസ്സും ശരീരവും തമ്മിൽ ഒരു അലൈൻമെൻറ്റിൽ പോയിക്കൊണ്ട് ഈ സ്മാർട്ടായിട്ടുള്ള യുഗത്തിൽ ഇത്രയ്ക്കും കട്ടിങ് എഡ്ജ് ടെക്നോളജി ഉള്ള ഈ ഒരു ടൈമിൽ ഇത്രയും ജീവിതം ആസ്വാദ്യകരമാക്കാൻ ഇനിയൊരു കാലം സാധ്യമാണോ എന്ന് നമുക്കറിയില്ല കേട്ടോ. അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മൈൻഡ് ബോഡി അലൈൻമെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. എസ്പെഷ്യലി കുട്ടികളിൽ അത് വളരെ ചെറുപ്പത്തിലേ തന്നെ പാകി വളർത്തുകയാണെങ്കിൽ പലപ്പോഴും എക്സാം സമയത്ത് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ സമയത്ത് ഒക്കെ ഉണ്ടാകുന്ന ചലഞ്ചസിനെ മറികടക്കാനും നേരത്തെ തന്നെ അവർക്ക് അവരുടെ സ്ട്രെങ്തിനെ കുറിച്ചൊരു ധാരണ വരികയും അവരുടെ വീക്ക്നെസ്സിനെ ഓവർകം ചെയ്യാനും ഒഴിവാക്കാനും ഉള്ള ഒരു ഇഷ്ടം, അല്ലെങ്കിൽ അതിനെ ഒരു പ്രശ്നമല്ലാതാക്കി മാറ്റാനും അവർക്ക് അവരുടെ കഴിവുകളെക്കുറിച്ച്, അവരുടെ സക്സസ്സിനെക്കുറിച്ച്, ആ യാത്രയിലേക്ക് കൂടുതലായി ഒരു ഫോക്കസ് കിട്ടാനുമുള്ള ഒരു സാധ്യതയാണ് നമ്മൾ മൈൻഡ് ബോഡി അലൈൻമെൻറ്റിലൂടെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ടാലൻറ്റ് എന്നതും സ്കിൽ എന്നതും രണ്ടാണ്. സ്കില്ല് നമുക്ക് വിദഗ്ധരായ ആളുകളുടെ മേൽനോട്ടത്തിൽ നമ്മുടെ കുട്ടികളിൽ എത്തിക്കാൻ പറ്റുന്നതാണ്. ടാലൻറ്റ് നമ്മുടെ ജന്മസിദ്ധമാണ്. പക്ഷേ വളരെ എത്ര ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളും പ്രാക്ടീസ് ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ആ ടാലൻറ്റ് അവിടെ ഉപയോഗശൂന്യമാകുന്ന ഒരവസ്ഥ നമ്മൾ കാണാറുണ്ട്. വളരെ ടാലൻറ്റ് കുറഞ്ഞ ആളുകളും പതിവായുള്ള പരിശീലനത്തിലൂടെ പലതും നേടിയെടുത്തതായി കാണുന്നുണ്ട്. അപ്പോൾ ജന്മനാ തന്നെ പ്രത്യേകിച്ച് ജനിതക വൈകല്യങ്ങളല്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ പഠന വൈകല്യങ്ങളില്ലാത്ത ഒരവസ്ഥയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചെറിയ സ്കില്ലുകളാണ് കുറവെങ്കിൽ 9 ടൈപ്സ് ഓഫ് ബേസിക് ഇൻ്റലിജൻസ് ഉണ്ട് ഹ്യൂമൻ ബോഡിയിൽ. അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഈ കുട്ടികളെ പഠിക്കാനുള്ള ഇഷ്ടപ്പെട്ട് പഠിക്കട്ടെ കുട്ടികൾ. അങ്ങനെ ഇഷ്ടപ്പെട്ട് പഠിക്കാനായിട്ടുള്ള ത്വരയെ വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയും. നമ്മുടെയൊക്കെ കുട്ടികൾ പഠിക്കുമ്പം അവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിന് പകരം അല്പം ചിരിയൊക്കെ വന്നോട്ടെ, അത് കാണാൻ നല്ല രസമാണ് കേട്ടോ.